ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഇന്നലെ ഒരു തർക്കത്തിന്റെ ഇടയിലുണ്ടായ ഒരു ഒരു ഇൻസൈറ്റോ അല്ലെങ്കിൽ അതിന്റെ തീമാണ് ഈ ചർച്ചയുടെ വിഷയം. അപ്പോൾ വേണമെങ്കിൽ ഇതിനൊരു ടൈറ്റിൽ ഇടാം, കമ്പ്യൂട്ടേഷൻ ഓർ കമ്പ്യൂട്ടേഴ്സ് ആസ് ഫോർത്ത് സോഴ്സ് ഓഫ് നോളജ്. ഓക്കെ, അപ്പോൾ ഈ പ്രശസ്ത കമ്പ്യൂട്ടർ സയന്റിസ്റ്റായ മെഷീൻ ലേണിംഗ് റിസർച്ചറായ പെഡ്രോ ഡൊമിംഗോസ്, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് മാസ്റ്റർ അൽഗോരിതം. അതെല്ലാവരും വായിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ പെഡ്രോ ഡൊമിംഗോസിന്റെ ദ മാസ്റ്റർ അൽഗോരിതം എന്ന് പറഞ്ഞ ഗൂഗിൾ റിസർച്ച് ലാബിലും മൈക്രോസോഫ്റ്റ് റിസർച്ചിലും പുള്ളിയുടെ പുസ്തകത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിലെ ഒരു പർട്ടിക്കുലർ കാര്യമാണ് എനിക്കിവിടെ പ്രതിപാദിക്കാനുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ 4 സോഴ്സ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടെന്നാണ്. ഫസ്റ്റ്, ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന IQ എന്നൊക്കെ നമ്മൾ പറയുന്ന ജോർഡൻ പീറ്റേഴ്സൺ പറഞ്ഞത്, നല്ല ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ അത് കൂടും, പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടോ അതൊന്നും നമ്മുടെ IQ കൂടില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷെ ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് IQ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനൊരു ചെറിയൊരു വിയോജിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് പിന്നൊരു വിഷയമാക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ജനറ്റിക്സ് ആണ്, സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ വന്ന വഴികൾ, നമ്മൾ സ്റ്റിമുലസ് വന്നു, റെസ്പോണ്ട് ചെയ്തു, അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ഇന്റലിജൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തത് കൾച്ചർ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അതിപ്പോ ഈ കൾച്ചർ എന്ന് ഒരു മോണോലിറ്റിക് തിങ് അല്ല. ഇപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ഒരു കൾച്ചർ ഉണ്ട്, ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ കൾച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ഈ ബൈ ഇന്ററാക്ടിങ് വിത്ത് വാരിയഡ് സെറ്റ് ഓഫ് പീപ്പിൾ, നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഇഫ് യു ട്രാവൽ അബ്രോഡ്, അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഫോറിൻ കൾച്ചറായിട്ട് ഇത് വരുമ്പോൾ ദാറ്റ്സ് എ സോഴ്സ് ഓഫ് ഇന്റലിജൻസ്. പിന്നെ നാലാമത്തത് അദ്ദേഹം പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ് പറയുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് അദ്ദേഹം മെഷീൻ ലേണിംഗിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയണെങ്കിലും ദ വേ ഐ ഇന്റർപ്രറ്റഡ് ബാക്ക് ദെൻ വാസ് ഓക്കെ ഇസ് കമ്പ്യൂട്ടേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ജ്ഞാനം ഉണ്ടാക്കാനുണ്ടാവും. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ പ്രസക്തി കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞു, കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടേഷനിലോട്ട് നമുക്കൊന്ന് എത്തി നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാമേഴ്സിന് പൊതുവെ ഒരു ലോ സെൽഫ് എസ്റ്റീം ഉള്ളതായിട്ടാണ് ഞാൻ കണ്ടേക്കണേ. എമംഗ് ദം ഒക്കെ ദേ വിൽ ആക്ച്വലി കമ്പീറ്റ്. അവര് വലിയ വാചകമൊക്കെ അടിക്കും. മൂവ്മെന്റ് ഒരു ഫിസിസിസ്റ്റോ അല്ലെങ്കിൽ ഒരു PhD ഉള്ള ഒരാൾ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ ഐവി ലീഗ്, ഇവിടെയാണെങ്കിൽ IIT, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇവർ സൈലന്റ് ആവുന്നത് കാണാം. ഈവൻ എന്തിനാ RECക്കാർ വന്നാൽ പോലും പല സ്മാർട്ട് പ്രോഗ്രാമേഴ്സ് ആ ഒരു പെക്കിംഗ് ഓർഡർ ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഇസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ അതിനിപ്പോ ഇപ്പൊ നമ്മള് പെഡ്രോ ഡൊമിംഗോസ് അത് എന്ത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു മെഷീൻ ലേണിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ ആസ് എ സോഴ്സ് ഓഫ് ഇന്റലിജൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കാം. ബിഫോർ ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് ഫോർട്രാൻ ഈസ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് പ്രാക്ടിക്കൽ പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് എന്താ പറയാ വേൾഡ് എൻകൗണ്ടർ. അപ്പോ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവുന്നതിനേക്കാളും ഒരു 20 കൊല്ലം മുമ്പ് എന്താണ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ എന്താണ് ഒരു അബ്സ്ട്രാക്ട് കമ്പ്യൂട്ടർ എന്നുള്ളത് ആൾറെഡി 2 മോഡൽസ് വേൾഡിലുണ്ട്. അതായത് ഫസ്റ്റ് മോഡലിന്റെ പേര് ട്യൂറിംഗ് മെഷീൻ ആണ്. അതായത് ബിഫോർ എ ഫിസിക്കൽ കമ്പ്യൂട്ടർ വെർ കൺസ്ട്രക്റ്റഡ്, അവര് ഒരു അബ്സ്ട്രാക്ട് കമ്പ്യൂട്ടേഷൻ മോഡലായ ട്യൂറിംഗ് മെഷീൻ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് 1 കൊല്ലം മുമ്പ് ഈ അലൻ ട്യൂറിംഗിന്റെ സാറായ അലോൺസോ ചർച്ച് പ്രിമിറ്റീവ് റിക്കർസീവ് ഫംഗ്ഷൻ വെച്ചിട്ട് അദ്ദേഹം ലാംഡ കാൽക്കുലസ് എന്നൊരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ moment you study lambda calculus as well as a Turing machine, you not only understand computers in the most abstract way, you understand the limits of computation as well. And limits, അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്തിനോട്ടം നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന്റെ ലിമിറ്റ്, ഗോഡേലിയൻ ഇൻകംപ്ലീറ്റ്നെസ്, you will understand lot of
nuanced concepts through which you can actually view the world. You will be able to understand the limits of thought. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് മറ്റേ ഈ ലിമിറ്റ്സ് ഓഫ് ദി സയൻസ് ആസ് വെൽ ആസ് ദി സയൻസ് ഓഫ് ദി ലിമിറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതെന്റെ 1973 തോന്നുന്നു. മറ്റേ പ്രെഡിക്കേറ്റ് ലോജിക്കിന് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് റോബർട്ട് കൊവാൽസ്കി മുന്നോട്ട് വെച്ചു. അപ്പോൾ ട്യൂറിംഗ് മെഷീൻ, ലാംഡ കാൽക്കുലസ്, പ്രെഡിക്കേറ്റ് ലോജിക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു സിസ്റ്റമാറ്റിക് പഠനം നിങ്ങൾക്ക് അത് പ്രദാനം ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് ആക്ച്വലി ഇന്റലിജൻസ് ഫോർ ഷുവർ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ക്യാൻ ബി ഓട്ടോമാറ്റൈസ്ഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻട്രാക്റ്റബിലിറ്റി ഹാൻഡിൽ ചെയ്യേണ്ടത്, പിന്നെ അൺഡിസൈഡബിൾ പ്രോബ്ലംസ് ഉണ്ടോ. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് യു എ ന്യൂ ലെൻസ് ടു വ്യൂ ദ വേൾഡ്. ഓക്കെ. പിന്നെ ഈ ഇഫ് യു വാണ്ട് ടു ഡു റിലേഷണൽ ഡാറ്റാബേസ്, റിലേഷണൽ ഡാറ്റാബേസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഫോർമലിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായ ഫംഗ്ഷനും, അതായത് സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് SQL വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റാബേസ് ഇൻക്വയറി പ്രോസസ്സിങ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ഇത് കിട്ടുമെന്ന് മാത്രമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേണിംഗ് റിലേഷണൽ ആൽജിബ്ര വിൽ ആക്ച്വലി ഗിവ് യു ഗുഡ് ലെൻസ്. പിന്നെ ഓഫ് കോഴ്സ് യു ക്യാൻ ആക്ച്വലി ഇഫ് യു മൂവ് ഫർദർ, ഇപ്പോൾ ഫംഗ്ഷൻസ് ഐ കൺസിഡർ സെറ്റിന്റെ സെറ്റ് വിത്ത് ഇറ്റ്സെൽഫ് ഓർ സെറ്റ് വിത്ത് അതർ സെറ്റ്സ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. അതിന്റെ റെസ്ട്രിക്ഷൻ ആണ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജക്റ്റീവ്, ബൈജക്റ്റീവ്, സബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റഡി ഓഫ് ഫംഗ്ഷൻസ് വിൽ ഗീവ് യു എന്താ വെച്ചാൽ ഇപ്പൊ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ, ഗ്രൂപ്പ്, അബ്സ്ട്രാക്ട് ആൽജിബ്ര, അങ്ങനെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു, ഇപ്പൊ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് വിൽ ഗീവ് യു ഗുഡ് ഐഡിയാസ് അബൌട്ട് എന്താ പറയുക മാത്തമാറ്റിക്സ്, ഒരു സോഴ്സ് ഓഫ് ഇന്റലിജൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വർക്ക് ഫ്ലോ എൻജിൻസ് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഞാൻ ഇത്രയും പറഞ്ഞ സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ, ഇപ്പൊ ഡൈനാമിക് ഫംഗ്ഷൻസ് ഉണ്ട് എങ്കിലും പക്ഷേ ഡാറ്റ അക്രോസ് സ്പേസ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ടെമ്പറൽ ലോജിക് അവൈലബിൾ, ഇപ്പോൾ പെട്രിനെറ്റ്, അതിനെ കുറിച്ചൊക്കെ വർക്ക് ഫ്ലോ എൻജിൻസിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ then you will be able to understand how to model dynamic system. അപ്പോ പിന്നെ ഒരു എന്താ പറയാ, ഈ എന്താണ് സ്കെയിലബിൾ, ഈ കമ്പ്യൂട്ടേഷൻ അബ്സ്ട്രാക്ട് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സ്കെയിലബിൾ, എന്താണ് പെയർ എങ്ങനെ റിക്കർസീവ്ലി കമ്പോസ് ചെയ്തിട്ട് സീക്വൻസ് ഉണ്ടാക്കാം, എന്തൊക്കെ സീക്വൻസ് ഉണ്ട് അതിൽ, ലിസ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ്, ട്യൂപ്പിൾ, അങ്ങനെ കുറെ, അതായത് തിങ്കിങ് ടൂൾസ് കിട്ടുന്നു ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് മാനർ. അപ്പോൾ ഈ ഇഫ് യു ഹിയർ ഐ വാണ്ട് ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ യൂസിങ് മാത്തമാറ്റിക്സ് ആൻഡ് ഡൂയിങ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇവിടെ ഒരു യൂസിങ് മാത്തമാറ്റിക്സ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. സീക്വൻസ്, ട്യൂപ്പിള്, അപ്പൊ അങ്ങനെ കുറെ സീക്വൻസസ് ഉണ്ട്. ഇനി അതിലെ ലിസ്റ്റില് ഏതെങ്കിലും എലമെന്റ് വേറെ ലിസ്റ്റ് ആവുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ട്രീ. പിന്നെ അത് എന്താ പറയുക, ഷെയർഡ് ചൈൽഡ് വരികയാണെങ്കിൽ അത് ഗ്രാഫാണ്. ഇനി എന്താ പറയാ, ഈ ഗ്രാഫിക് സൈക്കിൾസും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ മോഡൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റഫ് ഇൻ ഇറ്റ്. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഇപ്പോ അൽഗോറിതംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, പല അൽഗോറിതമിക് ഫാമിലി ഉണ്ട്. സ്ട്രാറ്റജി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ, ഡിക്രീസ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ശരിക്കും ഓപ്പറേഷൻ റിസർച്ച് ചെയ്യുന്നതാണ് അതിന്റെ സോഴ്സ്. അപ്പോൾ ഇനി മൂവ്മെന്റ്, അപ്പൊ ഇതിനൊരു സ്പേസ് ടൈം എഞ്ചിനീയറിംഗ് ഈസ് അബൌട്ട് സ്പേസ് ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോ ഇപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ആസ് വി ഡിഗ് ഡീപ്, മിക്ക അൽഗോരിതംസും ട്രാക്റ്റബിൾ അല്ല എന്ന് മനസ്സിലാവും. ബട്ട് ദാറ്റ് വിൽ ബി ആൻ ഇൻവിറ്റേഷൻ ഫോർ യു ടു ആക്ച്വലി സോൾവ് പ്രോബ്ലംസ് ഇൻ എ സ്റ്റോക്കാസ്റ്റിക് മാനർ. അപ്പോൾ ദാറ്റ് വിൽ ബി ഗേറ്റ് വേ ഇൻ ടു പ്രോബബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഒരു എൻട്രിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ അവിടെ പറ്റിയില്ലെങ്കിൽ അപ്രോക്സിമേഷൻ അൽഗോരിതംസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, കാൽക്കുലസ് ബേസ്ഡ് മാക്സിമം മിനിമ, പിന്നെ ബയോ ഇൻസ്പയർഡ് കമ്പ്യൂട്ടേഷൻ മോഡൽസ് ഉണ്ട്, അതായത് ജനറ്റിക് അൽഗോരിതം ഉണ്ട്, ജനറ്റിക് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇതൊക്കെ
മറ്റേ ഡിറ്റർമിനിസ്റ്റിക് ആണോ, എല്ലായിടത്തും യൂസ്ഫുൾ ആണോ എന്നുള്ളതല്ല. ഇങ്ങനത്തെ മോഡൽസ് വിൽ ആക്ച്വലി ഗീവ് യു ടു ഡു മൾട്ടി മോഡൽ അനാലിസിസ് ഓഫ് ദി വേൾഡ്. അപ്പോ ദാറ്റ്സ് ആക്ച്വലി എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ ജനറ്റിക് പ്രോഗ്രാമിംഗ് ഉണ്ട്. റാദർ ദാൻ എന്താ പറയുക, സെർച്ചിങ് ഇൻ ദ ഡാറ്റ സ്പേസ്. എന്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാംസ് ക്യാൻ ബി മ്യൂട്ടേറ്റഡ് ഇൻ ഓർഡർ ടു ഫിറ്റ് ഡാറ്റ അറ്റ് ഹാൻഡ്. അതാണ് ജനറ്റിക് പ്രോഗ്രാമിംഗ്. ജനറ്റിക് പ്രോഗ്രാമിംഗ് ഇപ്പോ സിംബോളിക് റിഗ്രഷൻ ഏതാണ്ട് ഒരു ജനറ്റിക് പ്രോഗ്രാമിംഗ് മേലുള്ള അൽഗോരിതമാണ്. റീസണിങ് മോഡൽസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഫസി ലോജിക് ബേസ്ഡ് കമ്പ്യൂട്ടേഷൻ മോഡൽ. അപ്പോൾ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ ഈ ഡിജിറ്റൽ ഫിസിക്സ്, അപ്പോൾ യു ഗെറ്റ് എൻട്രി ഇൻ ടു ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ദെൻ സെൽഫ് സിമിലാരിറ്റി, പാരഡോക്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു തെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രാമർ ഇഫ് ഹി സ്റ്റഡീസ് വെൽ, പുള്ളിയുടെ PhD ആണ് അപ്പുറത്തിരിക്കുന്നത് എന്നോ, ഹാർഡ് സയൻസസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലൊക്കെ വരുന്നവരെ സുഖമായിട്ട് കമ്പ്യൂട്ടേഷൻ ഒരു മാധ്യമമാക്കിയിട്ട് ട്രൗൺസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവിടെ അയാൾ IIT പഠിച്ചോ MIT പഠിച്ചോ, ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ഈ അബ്സ്ട്രാക്ഷൻ മറ്റേ എന്താ പറയാ, ഈ പഠിച്ചതുകൊണ്ട് ഈ എന്താ പറയാ, ഇപ്പൊ ഫിസിക്സ് കൂടുതൽ പഠിച്ചുകൊണ്ട് നമുക്ക് 6 അടിക്കാനൊന്നും പറ്റണമെന്നൊന്നുമില്ല. ധോനിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് മൈറ്റ് ബി എന്താ പറയാ, ഓവർകമ്മിങ് ദ ലിമിറ്റ്സ് ഓഫ് എൻഡ്യൂറൻസ് ഓർ സംതിങ്. അത് ഒരു നാക്കാണ് അത്. അപ്പോൾ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ധോനി വേഗം ഔട്ടാവും. കാരണം ഫിസിക്സ് സിമുലേഷൻസ് ഒക്കെ പറയും വാട്ട് ഈസ് ഡൂയിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ മോസ്റ്റ് പീപ്പിൾ, അങ്ങനത്തെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഇന്റലിജന്റ് മാനായിട്ട് ഒരു കാര്യത്തെ അസസ് ചെയ്യാനും പ്രസക്തി നിലനിർത്താനും കമ്പ്യൂട്ടേഷൻ ഒരു ഗ്രേറ്റ് സോഴ്സ്. ഇപ്പൊ ന്യൂമറിക്കൽ കമ്പ്യൂട്ടിങ്ങിലോട്ടുള്ള പോറെ. ആൻഡ് ഇഫ് യു know how to use MATLAB, Octave and those kind of things, you can do simulation. പൈത്തണില് നല്ല വിഷ്വലൈസേഷൻ ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ യു ക്യാൻ, ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഈ താങ്ക്സ് ടു കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ടെലികോം നെറ്റ്വർക്ക് വർക്ക്സ്, ഹൗ റൗട്ടിംഗ് വർക്ക്സ്, how data compression works, how encryption works. അപ്പോൾ computation is a window into smartness. പ്രോഗ്രാമിംഗ്, അതായത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊരു കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിലോ വലിയ സോഫ്റ്റ്വെയർ ഷിപ്പ് ചെയ്തൊന്നുമില്ല. ഇഫ് യു റൈറ്റ് ലോട്ട് ഓഫ് ടോയ് കോഡ് ആൻഡ് ഇഫ് യു എക്സ്പ്ലോർ കമ്പ്യൂട്ടേഷണൽ മോഡൽസ്, ഇഫ് യു ട്രൈ ടു ഡു simulations and then fiddle with probability notions, I think computation, a fourth source of intelligence, people are not tapping. If you are able to tap it, you can outsmart anybody who hasn't see. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വാർ ഓഫ് വിറ്റ്സ് ആണ് നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മോസ്റ്റ് ഇൻഫർമേഷൻ ആക്ഷനബിൾ ആണെന്നില്ല. പക്ഷേ ഈവൻ ഇഫ് ഓക്കെ സേ ഇപ്പൊ ബേസിയൻ ലേണിംഗ് അല്ലെങ്കിൽ പ്രൊബബിലിസ്റ്റിക് അൽഗോറിതംസ്, നിങ്ങൾക്ക് ബേസിക് നോഷൻസും കുറച്ച് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ then you can rely on a library. You will be a literate consumer of those libraries. അപ്പോൾ ഈ എന്താ പറയാ, ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ, അപ്പോൾ നമുക്ക് ഒരു ഒപ്റ്റിമൈസേഷൻ കേർണൽ എഴുതാന്ന് പറഞ്ഞാൽ that's a specialized job. But you can actually take any textbook on operational research, find random 10 problems, work with it in the lower dimensional space. ഇപ്പോൾ 10 വേരിയബിൾ സാധനം 100 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ GNU ലീനിയർ പ്രോഗ്രാമിംഗ് കിറ്റ് വിൽ ഡു ദാറ്റ് വർക്ക് ഫോർ യു. അപ്പോൾ ലാർജ് മോഡൽസ് നിങ്ങൾക്ക് കമേഴ്ഷ്യൽ ഇത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഫങ്ഷണലി യു ആർ എ എഞ്ചിനീയർ. ഇനി ഇപ്പൊ നോൺ ലീനിയർ, ഇപ്പോൾ എന്താ പറയുക, കാൽക്കുലസ് ബേസ്ഡ് ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ തന്നെ, ഇപ്പോൾ കൺസ്ട്രെയിൻഡ് ആണെങ്കിലും അൺകൺസ്ട്രെയിൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ലോവർ 2-3 സ്പേസിലുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം. then you ജനറലൈസ്. ഇപ്പോൾ വെക്ടേഴ്സ്, ഇപ്പോൾ ഇറ്റ് സ്കെയിൽസ് ഒക്കെ 2-3 മാത്രമല്ല, അത് എന്നിലും പോകും. ഹിൽബർട്ട് സ്പേസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ the way I look at it, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒരു ഫിസിസിസ്റ്റിന്റെ മുന്നിലോ ഒരു ലോയറിന്റെ മുന്നിലോ ഒരു ഇന്റലിജന്റ് കൺവേഴ്സേഷൻ നടത്താനോ അയാളെ റിഫ്ലക്ട് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഞാനൊരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ അയാള് IIT ആണെന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത്. IIT അല്ല, MIT അല്ല, നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇന്റലിജൻസിന് ഒരു കോണ്ടെക്സ്ച്വൽ ആംഗിൾ ഉണ്ട്.
പിന്നെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിൽ ഒരു പർട്ടിക്കുലർ തിങ് വരികയാണെങ്കിൽ അവിടെ ഒരു ഇപ്പൊ EMSന്റെ ബുദ്ധിയാണോ ഐൻസ്റ്റൈന്റെ ബുദ്ധിയാണോ നിങ്ങൾക്ക് ആധുനിക യുഗത്തിൽ വേണ്ടെന്ന് പറയും. ഞാൻ പറയും EMSന്റെ ബുദ്ധിയാണ് വേണ്ടതെന്ന് പറയും. കാരണം EMS പുള്ളി ഒരു സ്മാർട്ട് വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് മനസ്സിലായി കോൺഗ്രസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്പൂതിരിയെ തനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നതാണ്. പക്ഷെ നമ്പൂതിരിയെ താൻ പോയി എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന അയാൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോ ഇവിടെ കമ്പ്യൂട്ടേഷൻ ആസ് എ ഫോർത്ത് സോഴ്സ് ഓഫ് ഇന്റലിജൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നന്ദി, നമസ്കാരം.